ബയോളജി ബോട്ടണിയിൽ നമ്മൾ അനാട്ടമി ഓഫ് ദ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എടുത്തു കഴിഞ്ഞു. അതിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത പെർമനൻറ്റ് ടിഷ്യൂവിൽ കോംപ്ലക്സ് ടിഷ്യൂവിൽ നമ്മൾ സൈലം, രണ്ട് തരം കോംപ്ലക്സ് ടിഷ്യൂസ് ആണെന്ന് പറഞ്ഞു. ഒന്ന് സൈലം, മറ്റൊന്ന് ഫ്ലോയം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻസ് എല്ലാം കണ്ടതാണ്. അപ്പോൾ സൈലത്തെ എന്തുകൊണ്ടാണ് കോംപ്ലക്സ് ടിഷ്യൂ എന്ന് പറഞ്ഞത് നമ്മൾ കാണുകയുണ്ടായി. Because xylem is made up of 4 elements. The first one tracheids, second vessels, third xylem fibers, fourth xylem parenchyma. അപ്പോൾ ഫസ്റ്റ് വൺ tracheids. അപ്പോൾ സൈലം എലിമെൻറ്റ്സ്, പ്രധാനമായും സൈലം എലിമെൻറ്റ്സ് നമ്മളന്ന് പറഞ്ഞു രണ്ടെണ്ണമാണ്. സൈലത്തിൻ്റെ ഫങ്ഷൻ പറഞ്ഞു, അത് കണ്ടക്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് ആണ്. അപ്പോൾ അത് കിടന്നു പോകുന്ന ട്യൂബ്, അതാണ് നമ്മളന്ന് പറഞ്ഞത്. ആ ട്യൂബാണ് ആക്ച്വലി സൈലം. അതുകൊണ്ടാണ് അതിനെ വാസ്കുലാർ ടിഷ്യൂസ് എന്ന് പറയുക. ആ വാസ്കുലാർ ടിഷ്യൂസ് രണ്ടെണ്ണം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, സൈലവും ഫ്ലോയുമാണ്. അപ്പോൾ ഈ ട്രക്കീഡ്സും ലോങ് ട്യൂബ്സ് തന്നെയാണ്. ഇതേപോലെ തന്നെ ട്യൂബാണ്, ഓർക്കുക, ഇതേപോലെ തന്നെ ട്യൂബാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ എൻഡ് എന്ന് വെച്ചാൽ ഇങ്ങനെ ടേപ്പറിങ് ആയിരിക്കും, പോയിൻറ്റഡ് ആണ്. അപ്പോൾ ലോങ് ട്യൂബ്സ് ആണ്, ബട്ട് ദെയർ എൻഡ്സ് ആർ ടേപ്പറിങ് ഓർ പോയിൻറ്റഡ്. ഇനി ഇതിൻ്റെ വാൾ ലൂമൺ, ഇതിൻ്റെ വാളും ലിഗ്നിഫൈഡ് ആണ്, ലിഗ്നിഫൈഡ് വാൾസ് ആയിരിക്കും. അപ്പോൾ ഈ വാൾസിനകത്ത് ഓപ്പണിങ്സ് ഉണ്ടാകും, അതിനെ പിറ്റ്സ് എന്ന് പറയും. ഇത് ലിഗ്നിഫൈഡ് വാൾസ് എന്നാണ്, കാര്യം ഇതിനകത്ത് ലിഗ്നിൻ ഡിപ്പോസിറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ട്രക്കീഡ്സ് എന്ന് പറഞ്ഞാൽ എലോങ്ങേറ്റഡ്, ഒന്നാമത്തെ പോയിന്റ്, ഇത് നീളമുള്ള എലോങ്ങേറ്റഡ് ട്യൂബ് ലൈക്ക് സെൽസ് ആണ്. ട്യൂബ് ലൈക്ക് സെൽസ് വിത്ത് പോയിന്റഡ് എൻഡ്സ്. പോയിന്റഡ് മീൻസ് ഓർ ടേപ്പറിങ്. ടേപ്പറിങ് മീൻസ് പോയിന്റഡ് എൻഡ്സ് എന്നാണ്. ഇനി ഞാൻ പറഞ്ഞു, അപ്പോൾ ഇതാണ് പോയിന്റഡ് എൻഡ്സ് എന്ന് പറയും, ഇങ്ങനെ പോയിന്റ് ആയിരിക്കും. ഇനി ഇതിന് ലിഗ്നിഫൈഡ് വാൾസ് ആണ്. ഇതിൻ്റെ സെൽ വാൾ എന്ന് വെച്ചാൽ ലിഗ്നിഫൈഡ് ആണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് കട്ടിയാണ്. ദേ ഹാവ് ലിഗ്നിഫൈഡ് സെൽ വാൾസ്, അല്ലെങ്കിൽ ലിഗ്നിൻ is deposited on the cell wall. അപ്പോൾ ഈ ലിഗ്നിൻ ഹെവി ഡിപ്പോസിഷനാണ് ലിഗ്നിൻ. അപ്പോൾ നമുക്കറിയാം, ഒരു സെല്ലെന്ന് പറയുമ്പോൾ അതിനുള്ളിൽ എന്താ ഉള്ളത്? സൈറ്റോപ്ലാസവും അതേപോലെ ന്യൂക്ലിയസുമാണ്. പക്ഷേ ഇവിടെ സൈറ്റോപ്ലാസം ആബ്സെൻ്റ് ആയിരിക്കും, കാരണം ഈ ലിഗ്നിൻ ഹെവി ഡിപ്പോസിഷനാണ് ഇവിടെ നടക്കുക. അപ്പോൾ സെൽ ലൂമൻ എന്ന് പറയുമ്പോഴത്തേക്ക് കുറവായിരിക്കും, കൂടുതലും തിക്കണിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ സെൽ എങ്ങനെയാണ്? ഡെഡാണ്. അപ്പോൾ രണ്ടാമത്തത്, ദേ ആർ ഡെഡ്, സെൽസ് ആർ ഡെഡ് ആൻഡ് വിത്തൗട്ട് പ്രോട്ടോപ്ലാസം. ദേ ആർ ഡെഡ് ഓർ നോൺ ലിവിങ് ആൻഡ് വിത്തൗട്ട് പ്രോട്ടോപ്ലാസം. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നമ്മൾ ഫങ്ഷൻ പറഞ്ഞായിരുന്നു, ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റീരിയലാണ്. അപ്പോൾ ഇതും അതിന് തന്നെ സഹായിക്കും, ഹെൽപ്പ് ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ്. നമ്മളന്ന് പറഞ്ഞതാണ്, വാട്ടർ ആൻഡ് മിനറൽസ്. ഇനി ട്രക്കീഡ്സ് കൂടുതലും കാണപ്പെടുന്നത് ജിംനോസ്പേംസിലാണ്. ജിംനോസ്പേംസിലും ആൻജിയോസ്പേംസിലും കാണപ്പെടാം. ഫൗണ്ട് ഇൻ ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ്. രണ്ടും സീഡഡ് പ്ലാന്റ് ആണ്. ആൻജിയോസ്പേം ആണ് ഫ്ലവറിംഗ് പ്ലാന്റ്. ജിംനോസ്പേം സീഡഡ് പ്ലാന്റ് അല്ല, ഫ്ലവറിംഗ് പ്ലാന്റ് അല്ല, സീഡഡ് ആണെന്നേ ഉള്ളൂ. അപ്പോൾ കൂടുതലും ട്രക്കീഡ്സ് ജിംനോസ്പേമിൽ തന്നെയാണ് കാണുക, ആൻജിയോസ്പേമിലും കാണുന്നുണ്ടാകും. അപ്പോൾ ഇതാണ് ട്രക്കീഡ്സ്. ഇതും സൈലം എലിമെൻ്റ് ആണ്. അപ്പോൾ അത് ട്യൂബ് സെല്ലാണ്, ടേപ്പറിങ് എൻഡ്സ് ആണ്, ലിഗ്നിഫൈഡ് വാൾസ് ആണ്, ഡെഡ് ആണ്, ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ സൈലം എലിമെൻ്റ് ആണ് വെസൽസ് അല്ലെങ്കിൽ ട്രക്കിയേ. വെസൽസ് അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് ട്രക്കിയേ. വെസൽസ് അഥവാ ട്രക്കിയേ രണ്ടാമത്തെ എലിമെൻറ്റ്സ് ആണ്.
അപ്പോൾ ഓർക്കുക, വെസൽസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും വെസൽസ് ആണ് ലോങ് ട്യൂബ്സ് എന്ന് പറയുക. ഇതാണ് ശരിക്കും നീളമുള്ള കുഴലുകൾ. ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് സൈലമാണ്, ഇത് ട്രക്കീഡാണ്, ഇത് വെസലാണ്. ട്രക്കീഡിൻ്റെ എൻഡ് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അത് പോയിൻറ്റഡ് ആണ്. ഇപ്പോൾ വെസൽസ് എന്ന് പറഞ്ഞാൽ ലോങ് ട്യൂബ്സ് തന്നെയാണ്, ലോങ് ട്യൂബ്സ് ആണ്. ഓർക്കുക, ലോങ് ട്യൂബ്സ് ആണ്, ഇങ്ങനെ ലോങ് ട്യൂബ്സ് ആണ്. അപ്പോൾ ഇതൊരു സെല്ല്, ഇതൊരു സെല്ല്. അപ്പോൾ ഈ ലോങ് ട്യൂബ് എങ്ങനെയാണ് നിർമ്മിക്കപ്പെടുക? എലോങ്ങേറ്റഡ് ട്യൂബുലാർ സെൽസ്. ഇപ്പോൾ ഇതൊരു സെല്ല്, ഇതൊരു സെല്ല്, ഇതൊരു സെല്ല്, അങ്ങനെ ഓരോ സെല്ലുകൾ ഒന്നിന് മുകളിൽ ഒന്ന് എന്ന ക്രമത്തിൽ അടുക്കി വെച്ചിട്ടുള്ള ഒരു ലോങ് ട്യൂബാണ് വെസൽസ്. അപ്പോൾ വെസൽസ് ലോങ് ട്യൂബുലാർ സെൽസ് ആണ്. ഓർക്കണം, ഇവിടെയും ട്യൂബുലാർ സെൽസ് ആണെങ്കിലും ടേപ്പറിങ് എൻസ് ആണ് ട്രക്കീഡ്സ്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, ടേപ്പറിങ് എൻസ് അല്ല. അപ്പോൾ ഇതൊരു സെല്ല്, ഇതൊരു സെല്ല്. ഈ രണ്ട് സെല്ലിൻ്റെ എൻഡ് വാൾസ് ആണിത്. ആ എൻഡ് വാൾസിൽ ഇപ്പോൾ ഇതിലൂടെ കണ്ടക്ഷൻ നടക്കണമെങ്കിൽ എൻഡ് വാൾസിൽ എന്തുണ്ടാകണം? ഓപ്പണിങ്സ് ഉണ്ടാകണം. അല്ലെങ്കിൽ ഈ ഓപ്പണിങ്സിനെ വിളിക്കുന്ന പേരാണ് പിറ്റ്സ്. അപ്പോൾ പിറ്റോട് കൂടിയ ഈ ക്രോസ് വാളിനെ നമുക്ക് പെർഫറേഷൻ പ്ലേറ്റ് എന്ന് വിളിക്കാം. പെർഫറേഷൻ. ഇനി അതേപോലെ ഇതിനകത്തും ഭിത്തി നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ ട്രക്കീഡ് പറഞ്ഞ കണക്ക് തന്നെ ഇതിൻ്റെ ഭിത്തി എന്ന് പറഞ്ഞാൽ ലിഗ്നിഫൈഡ് ആണ്. ഭിത്തി ലിഗ്നിഫൈഡ് ആണ്, ലിഗ്നിഫൈഡ് ആണ്. ലിഗ്നിഫൈഡ് ഭിത്തിയാണ്. ലിഗ്നിൻ ഡിപ്പോസിഷൻ ഉണ്ടാകും. ഇവിടെ അത് തന്നെയാണ്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ദേ ഹാവ് ലിഗ്നിഫൈഡ് വാൾസ്. ഓർക്കുക. ഇനി ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ട്രക്കീഡ്സും ഇതേപോലെ തന്നെ, ട്രക്കീഡ്സിനകത്തും ഡിഗ്നിഫൈഡ് വാൾസ് ഉണ്ട്. അതേപോലെ ഇതിലെ സെല്ലുകളും ഡെഡാണ്, കാരണം പ്രോട്ടോപ്ലാസ് ഇല്ല. അപ്പോൾ ദേ ആർ ഡെഡ് ആൻഡ് വിത്തൗട്ട് പ്രോട്ടോപ്ലാസം. ഇപ്പം നോൺ ലിവിങ് ആണ്, അല്ലെങ്കിൽ ഡെഡ് ആണ്. ഇനി നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ക്രോസ് വാൾ. ഈ ക്രോസ് വാളെല്ലാം ഓർക്കുക സുഷിരത്തോട് കൂടിയതാണ്. അതിനെ വിളിക്കുന്ന പേരാണ് പെർഫറേഷൻ പ്ലേറ്റ്. അല്ലെങ്കിൽ ക്രോസ് വാൾസ് ആർ പെർഫറേറ്റഡ്. പെർഫറേറ്റഡ്. പെർഫറേഷൻ മീൻസ് ഓപ്പണിങ്സ് അല്ലെങ്കിൽ പോഴ്സ് എന്നാണ്. അപ്പോൾ ഇത് പെർഫറേറ്റഡ് ക്രോസ് വാൾസ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ പെർഫറേഷൻ പ്ലേറ്റ് എന്ന് പറയാം. ഇതിനെയാണ് നമ്മൾ വിളിക്കുന്നത് പെർഫറേഷൻ പ്ലേറ്റ്. ഓർക്കുക. ഇനി വെസൽസ് നോർമലി ഫൗണ്ട് ഇൻ ആൻജിയോസ്പേം. ജിംനോസ്പേമിലും ഉണ്ട്, പക്ഷേ ജിംനോസ്പേമിൽ റെയറായിട്ടാണ് കാണുന്നത്. അപ്പം ആൻജിയോസ്പേമിൽ കാണപ്പെടുന്ന ഇമ്പോർട്ടൻ്റ് സൈലം എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ വെസൽസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ രണ്ട് സൈലം എലിമെൻറ്റ്സ് പറഞ്ഞു, ഒന്ന് ട്രക്കീഡ്സ്, രണ്ട് വെസൽസ്. അതിൻ്റെ വ്യത്യാസവും കണ്ടു കഴിഞ്ഞു. വ്യത്യാസം എന്ന് പറഞ്ഞാൽ ട്രക്കീഡ്സ് ലോങ് ട്യൂബുലാർ സെൽസ് വിത്ത് ടേപ്പറിങ് എൻസ് ആണ്, പക്ഷേ ഇത് ടേപ്പറിങ് എൻസ് അല്ല. ബാക്കിയെല്ലാം സെയിം ആണ്. പിന്നെ ഇത് മെയിനായിട്ട് വെസൽസ് ആൻജിയോസ്പേമിലാണ്, എന്നാൽ ട്രക്കീഡ്സ് മെയിനായിട്ട് ജിംനോസ്പേംസിലായിരിക്കും കാണുക. ഓക്കെ, ഇനി മൂന്നാമത്തെ സൈലം എലിമെൻ്റ് ആണ് സൈലം ഫൈബേഴ്സ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഫൈബേഴ്സ് എന്ന് വെച്ചാൽ എലോങ്ങേറ്റഡ് സ്ക്ലീറൻകൈമ സെൽസ് ആണ്. അപ്പോൾ എലോങ്ങേറ്റഡ് സ്ക്ലീറൻകൈമ സെൽസ്, എലോങ്ങേറ്റഡ് സ്ക്ലീറൻകൈമ സെൽസ് വിത്ത് പോയിന്റഡ് എൻസ്. പോയിന്റഡ് എൻസ്, അതാണ് സൈലം ഫൈബേഴ്സ്. അപ്പോൾ ഇതിന് മെക്കാനിക്കൽ സപ്പോർട്ട് ഉണ്ട് ഇവിടെ, കാരണം ഇവിടെയും ലിഗ്നിഫൈഡ് വാൾസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇനി നാലാമത്തെ സൈലം എലിമെൻ്റ് ആണ് സൈലം പാരൻകൈമ. ഇനി സൈലം ഫൈബേഴ്സിനെ മറ്റൊരു പേര് വിളിക്കുന്നുണ്ട്, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതാണ് വുഡ് ഫൈബേഴ്സ്. അതേപോലെ തന്നെ സൈലം പാരൻകൈമയും വിളിക്കുന്ന മറ്റൊരു പേരാണ് വുഡ് പാരൻകൈമ.
അപ്പോൾ സൈലം പാരങ്കൈമ എന്ന് വെച്ചാൽ ഇത് തന്നെയാണ്. നമ്മൾ പാരങ്കൈമ ഞാൻ അന്ന് പറഞ്ഞു, അത് ലിവിങ് ആണ്, തിൻവാൾഡ് ആണ്, സെല്ലുലോസിക് സെൽ വാളോട് കൂടിയതാണ്. അപ്പോൾ ഈ സൈലം പാരങ്കൈമ അത് തന്നെയാണ്, ലിവിങ് ആണ്. ലിവിങ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രോട്ടോപ്ലാസം ഉണ്ടാകും. പിന്നെ സെൽ വാള് തിന്നാണ്, തിൻ വാളാണ്, അതിനകത്ത് സെല്ലുലോസ് ഉണ്ടാകും. തിൻ വാൾ വിത്ത് സെല്ലുലോസ്. ഇനി ഇതിനകത്ത് പ്രത്യേകത, ദേ സ്റ്റോർ ഫുഡ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാർച്ച്. ഇതിനകത്ത് ഫുഡ് സ്റ്റോറേജ് ഉണ്ടാകും. ദേ സ്റ്റോർ ഫുഡ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാർച്ച് ആൻഡ് ഫാറ്റ്, കൊഴുപ്പ്. സ്റ്റാർച്ച് അന്നജം, ഫാറ്റ് കൊഴുപ്പ്. അപ്പോൾ ഇത്തരത്തിലുള്ള 2 ആഹാരം ഇതിനകത്ത് സ്റ്റോർ ചെയ്യപ്പെടും. ഇനി സൈലം പാരങ്കൈമയുടെ മറ്റൊരു ഫംഗ്ഷൻ പറഞ്ഞു, റേഡിയൽ കണ്ടക്ഷൻ. നമ്മൾ പറഞ്ഞു താഴെ നിന്ന് മേലോട്ടുള്ള കണ്ടക്ഷനെയാണ് നമ്മൾ അപ്വേർഡ് കണ്ടക്ഷൻ എന്ന് പറയുക. ഓർക്കുക, ഇപ്പോൾ നമ്മളൊരു സ്റ്റെം എടുക്കുകയാണെങ്കിൽ, ഇത് സ്റ്റെം ആണെന്നുണ്ടെങ്കിൽ മുകളിലേക്കുള്ള കണ്ടക്ഷൻ, ഇങ്ങനെയുള്ള കണ്ടക്ഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ അപ്വേർഡ് കണ്ടക്ഷൻ എന്നാണ് പറയുക. അപ്വേർഡ് കണ്ടക്ഷൻ. എന്നാൽ ഒരു സ്റ്റെമ്മിൽ നിന്നും അതിൻ്റെ പെരിഫറൽ റീജിയനിൽ നിന്ന് സെൻറ്ററിലേക്കാണെങ്കിൽ, പെരിഫറൽ അല്ലെങ്കിൽ സൈഡിൽ നിന്ന് സെൻറ്ററിലേക്കുള്ള കണ്ടക്ഷനെയാണ് റേഡിയൽ കണ്ടക്ഷൻ എന്ന് പറയുക. അപ്പോൾ സൈലം പാരങ്കൈമ ഹെൽപ്പ് റേഡിയൽ കണ്ടക്ഷൻ. അപ്പോൾ അത്തരം ഈ സൈലത്തിലുള്ള പാരങ്കൈമയിൽ റേഡിയൽ കണ്ടക്ഷൻ നടക്കും. അതുകൊണ്ട് അതിനെ റേ പാരങ്കൈമ എന്നും വിളിക്കാറുണ്ട്. റേ പാരൻകൈമ. അപ്പോൾ റേഡിയൽ കണ്ടക്ഷൻ ഞാൻ പറഞ്ഞു സെൻറ്ററിൽ നിന്നും പെരിഫറയിൽ നിന്ന് സെൻറ്ററിലേക്കാണ് ആ കണ്ടക്ഷൻ നടക്കും. അതാണ് റേഡിയൽ കണ്ടക്ഷൻ. അങ്ങനെ അല്ലെങ്കിൽ സെൻട്രലിൽ നിന്നും പെരിഫറിയിലേക്ക്, എന്തായാലും ഇങ്ങനെയുള്ള കണ്ടക്ഷനെയാണ് നമ്മൾ റേഡിയൽ കണ്ടക്ഷൻ എന്ന് പറയുക. അത് ഈ പാരങ്കൈമയിലൂടെ നടക്കാം. അതുകൊണ്ട് അതിനെ റേ പാരങ്കൈമ എന്ന് വിളിക്കും. ഇനി സൈലത്തെ ഇപ്പോൾ സൈലത്തിൻ്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് കോംപ്ലക്സ് ടിഷ്യൂ ആണ്. 4 തരം എലിമെൻറ്റ്സ് ഉണ്ട്: ട്രക്കീറ്റ്സ്, വെസൽസ്, സൈലം ഫൈബേഴ്സ്, സൈലം പാരങ്കൈമ. ഇനി നമുക്ക് സൈലത്തെ ഒറിജിനെ ആസ്പദമാക്കി, ബേസ്ഡ് ഓൺ ഒറിജിൻ, ഉത്ഭവത്തെ ആസ്പദമാക്കി സൈലത്തെ 2ആയി തരംതിരിക്കും. ബേസ്ഡ് ഓൺ ഒറിജിൻ, സൈലം is divided into 2 types. അത് നമ്മൾ അറിഞ്ഞിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് പ്രൈമറി സൈലം, 2 സെക്കൻഡറി സൈലം. നമ്മൾ പ്രൈമറി ടിഷ്യൂ സെക്കൻഡറി ടിഷ്യൂ ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഇത് പ്രൈമറി സൈലം, അപ്പോൾ പ്രാഥമികമായി ഉണ്ടാകുന്ന സൈലമാണ് പ്രൈമറി സൈലം. ദ്വിതീയ സൈലം, രണ്ടാമതുണ്ടാകുന്ന സൈലമാണ് സെക്കൻഡറി സൈലം. അപ്പോൾ ഒറിജിനെ ആസ്പദമാക്കി നമ്മൾ 2 തരം സൈലം ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഓർക്കുക. പ്രൈമറി സൈലവും സെക്കൻഡറി സൈലവും തമ്മിലുള്ള വ്യത്യാസം: ഒന്ന്, പ്രൈമറി സൈലം പ്രൈമറി മെരിസ്റ്റത്തിൽ നിന്നായിരിക്കും. സെക്കൻഡറി സൈലം നമ്മളന്ന് പറഞ്ഞു സെക്കൻഡറി മെരിസ്റ്റത്തിൽ നിന്നാണ്. അപ്പോൾ പ്രൈമറി സൈലം ഫോംഡ് ഫ്രം ആ പ്രൈമറി മെരിസ്റ്റത്തിൻ്റെ പേരാണ് ഫോംഡ് ഫ്രം പ്രൈമറി മെരിസ്റ്റം. ആ പ്രൈമറി മെരിസ്റ്റത്തിൻ്റെ പേരാണ് പ്രോകാമ്പിയം. ഓർക്കുക, അപ്പോൾ പ്രോകാമ്പിയം എന്ന പ്രൈമറി മെരിസ്റ്റത്തിൽ നിന്ന് രൂപം കൊള്ളുന്ന സൈലമാണ് പ്രൈമറി സൈലം. അപ്പോൾ എന്തായിരിക്കും സെക്കൻഡറി സൈലം? സെക്കൻഡറി മെരിസ്റ്റത്തിൽ നിന്നാണ്. അപ്പോൾ ഫോംഡ് ഫ്രം, ഓർക്കുക, സെക്കൻഡറി മെരിസ്റ്റം. ആ സെക്കൻഡറി മെരിസ്റ്റത്തിൻ്റെ പേരാണ് വാസ്കുലർ കാമ്പിയം. ഓർക്കുക, അപ്പോൾ വാസ്കുലർ കാമ്പിയം എന്ന സെക്കൻഡറി മെരിസ്റ്റത്തിൽ നിന്നും രൂപം കൊള്ളുന്ന സൈലമാണ് സെക്കൻഡറി സൈലം.
അപ്പോൾ ഇത് പ്രോകാമ്പിയം എന്ന പ്രൈമറി മെരിസിൽ നിന്ന് രൂപം കൊള്ളുന്ന സൈലമാണ് പ്രൈമറി സൈലം. അപ്പോൾ ഒന്നാമത്തെ ഡിഫറൻസ്. ഇനി രണ്ടാമത്തെ ഡിഫറൻസ്, പ്രൈമറി സൈലത്തെ രണ്ടായി തരംതിരിക്കുന്നുണ്ട്. ഓർക്കുക, പ്രൈമറി സൈലം ഈസ് ഡിവൈഡഡ് ഇൻറ്റു ടു ടൈപ്സ്. ഒന്ന് പ്രോട്ടോസൈലം, രണ്ട് മെറ്റാസൈലം. നോക്കണം, അതെന്താണെന്ന് നമ്മൾ പഠിക്കും. എന്നാൽ സെക്കൻഡറി സൈലത്തിൽ ആ ഡിവിഷൻ ആബ്സെൻ്റ് ആണ്. ഇപ്പോൾ സച്ച് ഡിവിഷൻ ആബ്സെൻ്റ്. ഓർക്കുക, അപ്പോൾ നമ്മൾ ഒറിജിനെ ആസ്പദമാക്കി സൈലത്തെ രണ്ടായി തരംതിരിക്കുന്നു: പ്രൈമറി സൈലം, സെക്കൻഡറി സൈലം. പ്രൈമറി സൈലം ഫോംഡ് ഫ്രം പ്രൈമറി മെരിസ്റ്റം അല്ലെങ്കിൽ പ്രോകാമ്പിയം. സെക്കൻഡറി സൈലം ഫോംഡ് ഫ്രം സെക്കൻഡറി മെരിസ്റ്റം അല്ലെങ്കിൽ വാസ്കുലർ കാമ്പിയം. Primary xylem is divided into two, protoxylem and metaxylem. Here, the secondary xylem is not divided into protoxylem and metaxylem. ഇനി നമ്മൾ ഈ പ്രോട്ടോസൈലവും മെറ്റാസൈലവും എന്താണെന്ന് നോക്കാം. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർക്കുക. പ്രോട്ടോസൈലം, മെറ്റാസൈലം, അപ്പോൾ രണ്ടും പ്രൈമറി സൈലമാണ്. പ്രോട്ടോസൈലം, മെറ്റാസൈലം. ഓർക്കണം, രണ്ടും പ്രൈമറി സൈലമാണ്. തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒന്ന്, ഇപ്പോൾ നമുക്കറിയാം പ്രൈമറി സൈലം എന്ന് പറയുമ്പോൾ അത് പ്രോകാമ്പിയത്തിൽ നിന്നുണ്ടാകുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും പ്രോകാമ്പിയത്തിൽ നിന്നുണ്ടാകുന്നതാണ്. പക്ഷേ പ്രോട്ടോസൈലം ഫസ്റ്റ്ലി ഫോംഡ് പ്രൈമറി സൈലം ഫ്രം പ്രോകാമ്പിയമാണ്. ഓർക്കുക. അപ്പോൾ പിന്നെ മെറ്റാസൈലം എന്താണ്? ലേറ്റ്ലി ഫോംഡ് ആണ്. ആരംഭത്തിലല്ല, താമസിച്ചുണ്ടാകുന്നത്. ലേറ്റ്ലി ഫോംഡ് പ്രൈമറി സൈലം ഫ്രം പ്രോകാമ്പിയം. ഓർക്കുക. അപ്പോൾ പ്രോട്ടോസൈലം, മെറ്റാസൈലം. Protoxylem firstly formed primary xylem from procambium. Metaxylem lately formed primary xylem from procambium. Okay. Second difference, പ്രോട്ടോസൈലം നമ്മൾ പറഞ്ഞു സൈലം എന്ന് പറയുമ്പോൾ മെയിൻ എലിമെൻ്റ് എന്ന് പറഞ്ഞാൽ അത് വെസലാണ്. അപ്പോൾ ഒരു വെസൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതാണ് വെസൽ അല്ലെങ്കിൽ ട്രക്കീൻ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ട്യൂബിൻ്റെ സെക്ഷൻ നമുക്ക് റൗണ്ടായിട്ടേ കാണത്തുള്ളൂ. അപ്പോൾ ഈ പ്രോട്ടോസൈലം വെസലിൻ്റെ സെക്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ട്യൂബ് അല്ലെങ്കിൽ അതിൻ്റെ ഡയമീറ്റർ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് വരയ്ക്കണം. ഇതാണ് പ്രോട്ടോസൈലം, കാര്യം ഡയമീറ്റർ. എന്നാൽ മെറ്റാസൈലം ഡയമീറ്റർ വലുതായിരിക്കും. അപ്പോൾ വലുതായിട്ട് വരയ്ക്കുന്നതായിരിക്കും. ഇത് മെറ്റാസൈലം, ഇത് പ്രോട്ടോസൈലം. അപ്പോൾ ഓർക്കുക, രണ്ടാമത്തെ ഡിഫറൻസ്, പ്രോട്ടോസൈലം സ്മാളർ ഇൻ ഡയമീറ്റർ. പക്ഷേ മെറ്റാസൈലം ആണെങ്കിലോ ലാർജർ ഇൻ ഡയമീറ്റർ. അപ്പോൾ സ്മാളർ ഇൻ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ ഏതാണ്? മെറ്റാസൈലം വെസൽസ് ആണ്. അപ്പോൾ പ്രോട്ടോസൈലം വെസൽസ്, അതേപോലെ മെറ്റാസൈലം വെസൽസ്. അപ്പോൾ വെസൽസ് ആർ സ്മാളർ ഇൻ ഡയമീറ്റർ, ഹിയർ വെസൽസ് ആർ ലാർജർ ഇൻ ഡയമീറ്റർ. അപ്പോൾ നമ്മളിങ്ങനെ സെക്ഷൻ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ ചെറുതായിട്ട് വരയ്ക്കുന്നത് പ്രോട്ടോസൈലവും വലുതായിട്ട് വരയ്ക്കുന്നത് മെറ്റാസൈലവും ആയിരിക്കും. അങ്ങനെ ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട്. ഇനി നമ്മൾ ഈ പ്രോട്ടോസൈലത്തിന്, അപ്പോൾ പ്രോട്ടോസൈലവും മെറ്റാസൈലവും കഴിഞ്ഞു. ഇത് രണ്ടും പ്രൈമറി സൈലമാണ്. രണ്ട് ഡിഫറൻസും പറഞ്ഞു, ഓർക്കുക. ഇനി പ്രോട്ടോസൈലത്തിൻ്റെയും മെറ്റാസൈലത്തിൻ്റെയും അറേഞ്ച്മെൻറ്റ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ സ്റ്റെം എടുക്കുക. ഇതിപ്പോൾ സ്റ്റെമ്മിൻ്റെ, ഇപ്പോൾ നിങ്ങൾ ഡൈക്കോഡ് സ്റ്റെം ആണെങ്കിൽ സെൻറ്റല്ല സ്റ്റെം ആയിരിക്കും സെക്ഷനായിട്ട് എടുക്കേണ്ടത്. ഇപ്പോൾ കൊറോണയായിട്ട് നമ്മൾ എടുക്കുന്നില്ല എങ്കിലും ഓർക്കുക, നമ്മളിപ്പോൾ ഒരു സെൻറ്റല്ല അല്ലെങ്കിൽ കൊടങ്കലിൻ്റെ ഇൻ്റർനോഡൽ റീജിയൻ നമ്മളിങ്ങനെ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സെൻട്രൽ പാർട്ടുണ്ട്, നമ്മളിനി പഠിക്കും. ആ സെൻട്രൽ പാർട്ടിൽ വരുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് വാസ്കുലർ ബണ്ടിൽസ് ഒക്കെ കാണാം. ഇങ്ങനെ വാസ്കുലർ ബണ്ടിൽസ് കാണുന്നുണ്ട്. അതെന്താണെന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. സൈലവും ഫ്ലോയും ആണല്ലോ നമ്മളിപ്പോൾ പഠിച്ചത്. അത് ഗ്രൂപ്പായി കാണുമ്പോൾ അതിനെയാണ് വാസ്കുലർ ബണ്ടിൽ എന്ന് പറയുക. അപ്പോൾ ഇതിനകത്ത് സൈലവും ഫ്ലോയും ഉണ്ട്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ വലിയ സൈലം, ചെറിയ സൈലം, ഓർക്കുക. അപ്പോൾ ഇത് ഞാൻ വലുതായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇതൊരു വാസ്കുലാർ ബണ്ടിലാണെങ്കിൽ
ഇത് സെൻട്രൽ പാർട്ടാണ്. അപ്പോൾ അതിൽ മെറ്റാസൈലം ഓർക്കണം. പ്രോട്ടോസൈലം സെൻട്രലിലേക്കും, ഇത് പ്രോട്ടോസൈലമാണ്, ഇത് മെറ്റാസൈലമാണ്. അപ്പോൾ പ്രോട്ടോസൈലം എങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നത്? ഈ പ്രോട്ടോസൈലം സെൻട്രലിലേക്ക് ഫേസ് ചെയ്യും, മെറ്റാസൈലം പെരിഫറിയിലേക്കും ഫേസ് ചെയ്യും. അപ്പം ഫസ്റ്റ്ലി ഫോംഡ് സൈലം എന്ന് വെച്ചാൽ ഈ പ്രൈമറി സൈലമാണ്, ലേറ്റ്ലി ഫോംഡ് ഇതാണ്. അപ്പോൾ പ്രോട്ടോസൈലം സെൻട്രലിലേക്കും അല്ലെങ്കിൽ മെറ്റാസൈലം പെരിഫറിയിലേക്കുമാണെങ്കിൽ അത്തരം സൈലത്തെ വിളിക്കുന്ന പേരാണ് എൻഡാർക്ക് സൈലം. എൻഡ് എന്ന് പറയുമ്പം അകത്തോട്ടാണ്, അപ്പം പ്രോട്ടോസൈലം അകത്തുനിന്ന് ഓർത്താൽ മതി. എൻഡാർക്ക് എന്ന് പറയുമ്പോൾ ഇഫ് ദ പ്രോട്ടോസൈലം ടുവേർഡ്സ് സെൻറ്റർ. അപ്പോൾ ഇവിടെ എൻഡാർക്ക് എന്ന് പറയുമ്പോൾ പ്രോട്ടോസൈലം സെൻറ്റർ. അപ്പോൾ മെറ്റാസൈലം സൈഡ് അല്ലെങ്കിൽ പെരിഫറി. ഓർക്കണം, ഇതാണ് എൻഡാർക്ക്. അപ്പോൾ എൻഡാർക്ക് സൈലം എൻഡാർക്ക് സൈലം എന്ന് പറഞ്ഞാൽ അത് എവിടെയാണ് കാണപ്പെടുക? സ്റ്റെം, ദെൻ ലീഫ്. സ്റ്റെമ്മിലും ലീഫിലും ഒക്കെ എൻഡാർക്ക് സൈലമായിരിക്കും, ഓർക്കണം. അപ്പോൾ സ്റ്റെമ്മിൻ്റെ റൂട്ടിൻ്റെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ ക്യാരക്ടറാണ് പ്രസൻസ് ഓഫ് എൻഡാർക്ക് സൈലം. എൻഡാർക്ക് സൈലം മീൻസ് പ്രോട്ടോസൈലം സെൻറ്റർ, മെറ്റാസൈലം പെരിഫറി. ഇനി നമ്മൾ റൂട്ട് എടുക്കുകയാണെങ്കിൽ നേരെ തിരിച്ചു വരും, ഓർക്കുക. ഇപ്പോൾ ഒരു റൂട്ടിൻ്റെ സെക്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിപ്പോൾ റൂട്ടാണെങ്കിൽ ഓർക്കണം, ഇത് നേരെ തിരിച്ചു വരും. ഇപ്പോൾ റൂട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സെൻട്രലായിട്ടായിരിക്കും മെറ്റാസൈലം, വശങ്ങളിലേക്ക് വരുമ്പോൾ പ്രോട്ടോസൈലം. ഓർക്കുക, ഇതാണ് മെറ്റാസൈലം. ഇത് സെൻറ്ററാണ്. അപ്പം മെറ്റാസൈലം സെൻറ്ററിലും എന്നാൽ പ്രോട്ടോസൈലം വശങ്ങളിലോട്ടും കാണപ്പെടും. ഇത് റൂട്ടിൻ്റെ പ്രത്യേകതയാണ്. അപ്പം മെറ്റാസൈലം ഫേസിങ് ടുവേർഡ്സ് സെൻറ്റർ, പ്രോട്ടോസൈലം ഫേസിങ് ടുവേർഡ്സ് പെരിഫറി. അങ്ങനെ വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എക്സാർക്ക് സൈലം. ഇപ്പോൾ എൻഡാർക്ക് സൈലം, എക്സാർക്ക് സൈലം. അപ്പോൾ എക്സാർക്ക് സൈലം എന്ന് പറയുമ്പോൾ നേരെ തിരിച്ചു വരും, പ്രോട്ടോസൈലം പെരിഫറിയിലായിരിക്കും, എന്നാൽ മെറ്റാസൈലം സെൻറ്ററിലായിരിക്കും ഫേസ് ചെയ്യുക. അപ്പോൾ ഇതാണ് എക്സാർക്ക് സൈലം. ഇപ്പോൾ എക്സാർക്ക് സൈലം എവിടെയാണ് കാണപ്പെടുക? റൂട്ടിലാണ്. അപ്പോൾ റൂട്ടിൻ്റെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമ്മൾ സെക്ഷൻ എടുത്ത് അല്ലെങ്കിൽ അനാട്ടമിക്കൽ ഡിഫറൻസ് പറയുമ്പോൾ റൂട്ട് എപ്പോഴും എക്സാർക്കും സ്റ്റെമ്മും ലീഫും എപ്പോഴും എൻഡാർക്കായിരിക്കും. അപ്പോൾ ഇതാണ് എൻഡാർക്ക്, ഇതാണ് എക്സാർക്ക്. അപ്പോൾ നമ്മൾ കോംപ്ലക്സ് ടിഷ്യൂ ആയ സൈലം കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പഠിക്കേണ്ടത്, ഓർക്കുക, ഇത് സൈലമാണ്, അതായത് നമ്മൾ കോംപ്ലക്സ് ടിഷ്യൂ ഇതെല്ലാം പറഞ്ഞു പഠിക്കേണ്ടത് ഫ്ലോയമാണ്. ഫ്ലോയും ഇതേപോലെ തന്നെ കോംപ്ലക്സ് ടിഷ്യൂ ആണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യുകയുണ്ടായി, ഇത് ചോദിക്കാം. അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഫ്ലോയും ഇതേ കണക്ക് തന്നെ, അതും കോംപ്ലക്സ് ടിഷ്യൂ ആണ്, അതിനകത്തും ഡിഫറെൻറ്റ് ഫ്ലോയം എലിമെൻറ്റ്സ് ഉണ്ട്, അത് നമ്മൾ പറയും. അതുകൊണ്ട് അതിനകത്തുണ്ട് സീവ് ട്യൂബ് എലിമെൻറ്റ്സ്, കമ്പാനിയൻ സെൽസ്, ഫ്ലോയം പാരങ്കൈമ, ഫ്ലോയം ഫൈബേഴ്സ്. അതേപോലെ ഇതിനകത്തും പ്രോട്ടോഫ്ലോയും മെറ്റാഫ്ലോയും ഉണ്ട്. അപ്പോൾ സൈലം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം മറ്റുള്ള കുട്ടികൾക്ക് അത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.